തിരുവചനം തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള തിരുവചന ഭാഗം വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഭാഗമാണ്. യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് യാത്ര തിരിക്കുകയാണ്. കുറേ ദൂരം അവർ യാത്ര ചെയ്തു. വഞ്ചി തുഴഞ്ഞ് അവർ മടുത്തിട്ടൊക്കെ ഉണ്ടാവും. എങ്കിലും ഒരു പകുതിയോളം ദൂരമൊക്കെ എത്തിയപ്പോഴാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു രീതിയിൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന അനുഭവം. ഈശോ വഞ്ചിയിലുണ്ടായിരുന്നു. ഈശോ വഞ്ചിയിൽ ഉറങ്ങുകയാണ്. ഈശോയ്ക്ക് വേറെ ഒന്നൊരു പ്രശ്നമല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈശോ ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ ആദ്യമൊന്നും അത്ര പേടിച്ചില്ല. പക്ഷേ വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഭയം വർദ്ധിക്കുകയാണ്. കാരണം കൊടുങ്കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വള്ളത്തിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവൻ അപകടത്തിലാകുന്നു എന്ന് അവർ തിരിച്ചറിയുകയാണ്. എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതുപോലെയാണ് കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുക. സഹോദരന്മാർ എല്ലാവരും ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റ് മാറട്ടെ എന്ന് പറഞ്ഞിട്ടല്ല അവർ പ്രാർത്ഥിച്ചത്. അവർ യേശുവിനെ വിളിച്ചുണർത്തിയിട്ട് അവരിങ്ങനെ പറഞ്ഞു, ഗുരു യേശുവേ, ഞങ്ങളിതാ നശിക്കാറായിരിക്കുന്നു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഈശോ പെട്ടെന്ന് എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കുന്നു. അവരോട് ഇങ്ങനെയാണ് ചോദിക്കണത്, എന്തിനാ നിങ്ങൾ പേടിച്ചത്? എന്തേ ഇത്രയും പേടി വരാൻ കാര്യം? ഞാനിവിടെ ഇല്ലേ? ഈശോ ചോദിക്കുകയായിരുന്നു. സഹോദര സഹോദരി, നവീകരണാനുഭവത്തിലേക്ക് വന്നിട്ട് നാളുകളായി. ഈ TV സ്ക്രീനിൻ്റെ മുമ്പിലിരുന്നിട്ട് വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഇല്ലേ? വർഷങ്ങളോളമായിട്ടുണ്ട്. ഒത്തിരി നാളുകളായിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചിട്ട്. എത്രയോ നാളുകളായി ആത്മീയ ജീവിതം വളർത്തണമെന്ന് വലിയ ദാഹവും ആഗ്രഹവും മനസ്സിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഒരു വലിയ സത്യം നമ്മൾ മറക്കരുത്. ഒരു ആത്മീയ പോരാട്ടത്തിലാണ് നമ്മൾ, ഒരാത്മീയ യുദ്ധത്തിലാണ് നമ്മൾ. യുദ്ധത്തിൻ്റെ മുൻനിരയിലാണ് നമ്മൾ. മുറിവേൽക്കും മുൻനിരയിൽ നിന്നിട്ട് യുദ്ധം ചെയ്യുമ്പം. പുറകിലും വശങ്ങളിലും ഒക്കെ നിന്നിട്ട് യുദ്ധം ചെയ്താൽ അധികം പരിക്കുകളൊന്നും ഉണ്ടാകില്ല. പക്ഷെ മുൻനിരയിലാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് പരിക്കുകൾ ഉണ്ടാവും, നിനക്ക് മുറിവേൽക്കേണ്ടി വരും. ഒരു കുടുംബനാഥനാണെങ്കിൽ, ഒരു കുടുംബനാഥയാണെങ്കിൽ, നീ ഒരു സമൂഹത്തെ നയിക്കുന്ന നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ നിനക്ക് പരിക്കുകൾ ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എപ്പോഴും പരിക്കുകൾ നിനക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു മുറിവ് ഉണങ്ങുമ്പം അടുത്ത മുറിവ് വളരെ ശക്തമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പ്രശ്നവും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും നീ താഴെ വീഴാനും സാധ്യതയുണ്ട്. മുൻനിരയിൽ യുദ്ധം ചെയ്യുന്നവരെപ്പോഴും അപകടത്തെ തരണം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. അപകടം നിറഞ്ഞ ഒരു മേഖലയിൽ മുന്നോട്ട് നീങ്ങാൻ, കുതിച്ചു പായാൻ വിളി കിട്ടിയവരാണ്. ആത്മീയ യുദ്ധം, ആത്മീയ പോരാട്ടം അതൊരിക്കലും അവസാനിക്കില്ല. നിന്നെ വിളിച്ച വിളിയുടെ നിലവാരമനുസരിച്ച് നിന്റെ പോരാട്ടത്തിൻ്റെ ശക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ യുദ്ധത്തിൻ്റെ ശൈലികളും നീ മാറ്റിക്കൊണ്ടേയിരിക്കണം. നീ ആത്മീയ യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്നൊരു ജീവിതമാണ് നിനക്കുള്ളതെങ്കിൽ നിന്റെ പോരാട്ടത്തിൻ്റെ ശൈലികൾ ഒളിഞ്ഞിരുന്ന് അമ്പെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം, മറഞ്ഞിരുന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. നിന്റെ യുദ്ധശൈലികൾ നീ മാറ്റിക്കൊണ്ടേയിരിക്കണം. മുറിവേൽക്കാൻ സാധ്യതയുണ്ട്, പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ട് പോയാലോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, ഇത്രയും വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട, ഇത്രയും ആത്മീയതയൊന്നും വേണ്ട, ഒരു സാധാരണ ജീവിതം മതി എന്നൊക്കെ ചിന്തിക്കാനും പുറകോട്ട് പിന്തിരിഞ്ഞോടാനും നിനക്ക് സാധ്യതയുണ്ട്. അതൊക്കെ വേറെ ആരെങ്കിലും ജീവിച്ചോട്ടെ, അതൊക്കെ വേറെ ആര് വേണമെങ്കിലും നേടിയെടുത്തോട്ടെ, എനിക്കിതൊന്നും വേണ്ടായേ, സ്വസ്ഥമായി ശാന്തമായ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടാം എന്ന ചിന്ത നിൻ്റെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. നല്ല ഈശോ നിനക്ക് പറഞ്ഞു തരും, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്മാക്കളുടെ രക്ഷ നേടണമെന്നുള്ളതാണ്. അങ്ങനെ നീ സ്വർഗത്തിൽ എത്തണമെന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധി പ്രാപിക്കണമെന്നുള്ളതാണ് നിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. അനേകം ആത്മാക്കളെ നീ നേടണം, അങ്ങനെ നീ സ്വർഗത്തിലെത്തണം. നീ സ്വർഗത്തിലുള്ള നിൻ്റെ സീറ്റ് നീ സ്വന്തമാക്കണം. അതാണ് നിൻ്റെ സൃഷ്ടാവിന് നിന്നെക്കുറിച്ചുള്ള പ്ലാൻ, നിന്നെക്കുറിച്ചുള്ള പദ്ധതി. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നിരന്തരം യുദ്ധം ചെയ്തേ പറ്റൂ. കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഈശോ കൂടെയുണ്ട്, എന്നാലും കൊടുങ്കാറ്റ് വീശും. ഈശോ ഉള്ളത് കൊണ്ട് കൊടുങ്കാറ്റ് ഉണ്ടാകില്ല എന്ന് നീ ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം നീ കരുതാൻ. ഒരിക്കലും കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകും എന്ന് നീ ചിന്തിക്കില്ല. എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാൻ അനേകം ദൂതന്മാർ എൻ്റെ ഇടത്തും വലത്തും ഉണ്ടാവും. ഒന്നിനും എനിക്ക് കുറവുണ്ടാകുകയില്ല. ഒരു കാരണത്താലും ഞാൻ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുകയല്ല. എല്ലാവരും എന്നെ സ്നേഹിക്കും, എല്ലാവരും എന്നെ സഹായിക്കും, ഒരിക്കലും ചിന്തിക്കില്ല.
പ്രതികൂലങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കൊടുങ്കാറ്റ് മാത്രമേ നിനക്കുണ്ടാകത്തുള്ളൂ. യേശുവിൻ്റെ കൂടെയാണ് നിനക്ക് യാത്രയെങ്കിൽ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കാൻ നീ തയ്യാറാകണം. നിർബന്ധമായിട്ടും ഈ കൊടുങ്കാറ്റ് എപ്പോഴെങ്കിലുമൊക്കെ വീശും, എപ്പോഴെങ്കിലുമൊക്കെ നിൻ്റെ ജീവിതത്തിൽ വെള്ളം കയറും, എപ്പോഴെങ്കിലുമൊക്കെ അപകട പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് അപകടം ഉണ്ടാകുമെന്ന് തന്നെ കരുതിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. അങ്ങനെയെങ്കിൽ മുന്നോട്ട് നീങ്ങുന്ന ഈ യുദ്ധത്തിൽ, ഈ ആത്മീയ പോരാട്ടത്തിൽ നിൻ്റെ ആത്മീയ ജീവിതം ശക്തി പ്രാപിക്കണം. വലിയ ശക്തി, വലിയ സാധാരണക്കാരൻ്റെ ശക്തി പോരാ, നിനക്ക് അധിക ബലം വേണം. ഈ കാലഘട്ടത്തിൽ ഈ ലോക ജീവിതത്തിൽ നന്നായിട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ആത്മീയ ശക്തി ഇത്രയും കാലത്തേത് പോരാ, ഇത്രയും കാലത്തേത് പോരാ. നിന്റെ ബലം, നിന്റെ ആത്മബലം ഇത്രയും നാളത്തേത് പോരാ. ഒരു പടി കൂടെ നിന്റെ ആത്മബലം വളർത്തിയെടുത്തേ പറ്റൂ. ഒരു പടി കൂടെ നിന്റെ ആത്മശക്തി നീ വർദ്ധിപ്പിച്ചേ പറ്റൂ. നിന്റെ പ്രാർത്ഥന അല്പം കൂടെ വളർത്തിയേ പറ്റൂ. നിന്റെ സ്നേഹം വർദ്ധിപ്പിച്ചേ പറ്റൂ. നിന്റെ ക്ഷമ വർദ്ധിപ്പിച്ചേ പറ്റൂ. നിന്റെ ശാന്തത വർദ്ധിപ്പിച്ചേ പറ്റൂ. അങ്ങനെ നിന്റെ പോരാട്ടത്തിൽ നീ വിജയം വരിക്കണം. പോരാട്ടത്തിൽ പരിക്കേൽക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. പോരാട്ടത്തിൽ പരിക്കേൽക്കും നിർബന്ധമായിട്ടും. ഒരുപക്ഷെ പ്രാർത്ഥനയിൽ നിന്ന് നിന്നെ അകറ്റും, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ നിന്നെ തളർത്തുന്ന സംശയം, ഉത്കണ്ഠ, ഭയം, ആകുലത, ഇതൊക്കെ നിന്നെ ഭരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷണമൊക്കെ കണ്ടാൽ, അമിതമായിട്ട് നിന്നെ എന്തെങ്കിലും കീഴടക്കുന്നു എന്ന് നിനക്ക് തോന്നിയാൽ, ഒരു മരവിപ്പ്, ഒരു മന്ദത, ഒരു അലസത, ഒരു സംശയം, ഒരു ആകുലത, അങ്ങനെ എന്തെങ്കിലും നിന്നെ കീഴടക്കുന്നു എന്ന് നിനക്ക് തോന്നിയാൽ പോരാട്ടത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് ചുരുക്കം. ഇങ്ങനെ മുറിവേറ്റാൽ ഉടനെ നീ ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കണം. ഒന്നാമത്തെ കാര്യം, സ്വയം ചിന്തിക്കണം. ഒരു നല്ല ആത്മശോധന നടത്തണം. എവിടെയെങ്കിലും എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടോ? മറ്റുള്ളവരിലേക്കല്ല എൻ്റെ ശ്രദ്ധ പോകേണ്ടത്. അദ്ദേഹം നന്നായിട്ട് വഞ്ചി തുഴയാത്തത് കൊണ്ട് വഞ്ചിയിൽ വെള്ളം കയറി, അങ്ങനെയല്ല, അതല്ല ചിന്തിക്കേണ്ടത്. അദ്ദേഹം വീട്ടിൽ പ്രാർത്ഥിക്കാത്തതുകൊണ്ട്, കുടുംബനാഥൻ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് ആണ് അമ്മയായ എനിക്ക് ഇത്രയും സഹിക്കേണ്ടി വരണത്, അല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടെ ശാന്തത വേണമായിരിക്കാം, കുറച്ചുകൂടെ ക്ഷമ എനിക്ക് വേണമായിരിക്കാം, കുറച്ചുകൂടെ എളിമ എനിക്ക് വേണമായിരിക്കാം, കുറച്ചുകൂടെ സ്നേഹം എന്നിൽ വർദ്ധിപ്പിച്ച് കിട്ടേണ്ടതുണ്ട്, കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന ഒരു ശൈലി എന്നിൽ വളരേണ്ടതുണ്ട്. ഈശോ അതിനു വേണ്ടിയിട്ട് കൊടുങ്കാറ്റ് അനുവദിക്കുന്നതാകാം. ഈശോ അതിനു വേണ്ടിയിട്ട് യുദ്ധത്തിൽ പരിക്കേൽക്കാൻ ഇടയാക്കിയതാകാം. ഒന്ന് ചിന്തിക്കണം, നല്ലതാണ്. എവിടെയാണ് എൻ്റെ കുറവ്? മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് ഒരിക്കലും നീ നോക്കല്ലേ സഹോദര, സഹോദരി. നിൻ്റെ കുറവിലേക്ക്, എൻ്റെ കുറവിലേക്ക് തന്നെ ഞാൻ ചിന്തിക്കേണ്ടതും നോക്കേണ്ടതും വളരെ ആവശ്യമാണ്. എന്നെ തന്നെ കുറ്റം വിധിക്കാൻ, മറ്റുള്ളവരെയല്ല എന്നെ തന്നെ കുറ്റം വിധിക്കാൻ, എൻ്റെ സംസാര രീതി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് എളിമയുണ്ടെങ്കിലേ അങ്ങനെ നമ്മളിലേക്ക് തന്നെ തിരിയാൻ കഴിയത്തുള്ളൂ. അഹങ്കാരമുള്ളൊരു ജീവിതത്തിലാണെങ്കിൽ പറയും, അത് ആരൊറ്റ വ്യക്തി കാരണമാണ് ഇത്രയും പ്രശ്നം, ആരൊറ്റ ജീവിതമാണ് എന്നെ തകർത്തത്, ആരൊറ്റ വ്യക്തിയാണ് എൻ്റെ വാതിലുകൾ മുഴുവനും അടച്ചു വെച്ചത്, എൻ്റെ ഭാവി തകർത്തത് അവരാണ്, ഇവരാണ്. അല്ലാട്ടോ, എന്നിലേക്ക് തന്നെ തിരിയാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പടി കൂടെ എളിമ, ഒരു പടി കൂടെ വിശുദ്ധി, ഒരു പടി കൂടെ പ്രാർത്ഥന എന്നിൽ വളർത്താൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാകാം ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ എൻ്റെ വഞ്ചിയിൽ വെള്ളം കയറാൻ ഈശോ അനുവദിച്ചത്. എന്നിലേക്ക് തന്നെ തിരിയാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ആത്മാക്കൾ എപ്പോഴും അങ്ങനെയായിരുന്നു. അവരെപ്പോഴും പറയുമായിരുന്നു, ദൈവമേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം. ദാവീദ് രാജാവിന് ഈ വലിയ ബോധ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്, എൻ്റെ എളിമക്കുറവ് കൊണ്ടാണ് ഞാൻ പാപത്തിലേക്ക് വീണു പോയത്. അതുകൊണ്ട് തന്നെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഹൃദയം നുറുങ്ങിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ദാവീദ് രാജാവ്. സ്വന്തം പാപത്തെ ഓർത്ത്, വീഴ്ചയെ ഓർത്ത് അനുതപിക്കുകയാണ്. കർത്താവിൻ്റെ മുൻപിൽ കണ്ണ് നിറഞ്ഞിട്ട് ഏറ്റുപറയാൻ, സ്വയം കുറ്റം വിധിക്കുന്നൊരനുഭവം, സ്വയം പരിശോധിച്ച് കുറവുകൾ നികത്താൻ പരിശ്രമിക്കുന്ന ഒരു ജീവിതാനുഭവം. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പശ്ചാത്താപം. എപ്പോഴും ഒരു പശ്ചാത്താപം. ദിവസവും കുമ്പസാരിക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ദിവസവും കുമ്പസാരിക്കുന്ന വിശുദ്ധാത്മാക്കൾ ഒത്തിരി പേരുണ്ട്. ദിവസവും കുമ്പസാരിക്കുന്നവർ, 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കുന്നവരുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും കുമ്പസാരിക്കുന്നവരുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നവർ ഒരിക്കലും അത് പിന്നീട് വൈകല്ല. 2 ആഴ്ചയിൽ കൂടുതൽ കുമ്പസാരം അത് വളരെ നീണ്ടുപോകും. 2 ആഴ്ചയിൽ കുറച്ചെങ്കിലും കുമ്പസാരിക്കാൻ. അങ്ങനെ ചെയ്യും തോറും അതിൻ്റെ അർത്ഥം ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള പശ്ചാത്താപം ഉണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചില്ലേ, ഇത്ര നാളും കരുണയോടെ എന്നെ വഴി നടത്തിയ ദൈവം, ഇത്ര നാളും എൻ്റെ പാപങ്ങൾ മറച്ചു പിടിച്ച് എന്നെ അപമാനത്തിന് വിട്ടുകൊടുക്കാതെ, എൻ്റെ കുറവുകൾ മറച്ചു പിടിച്ച്, എൻ്റെ വീഴ്ചകൾ മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്താതെ എന്നെ പൊതിഞ്ഞ് സൂക്ഷിച്ച, കരുണ കാണിച്ച് എന്നെ വഴി നടത്തിയ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുത്. ആ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന
വേദന, അങ്ങനെ ഒരു പശ്ചാത്താപം ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്നത് വിശുദ്ധമായി ജീവിക്കാൻ നമ്മളെ ഏറെ സഹായിക്കും. തന്നെയല്ല, നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ അത് വലിയൊരു കരുത്താണ്. പത്രോസ്ലീഹ കർത്താവിനെ തള്ളി പറഞ്ഞത് ഓർത്തിട്ട് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് കവിൾത്തടങ്ങളിൽ ചാലുകീറിയെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. കണ്ണുനീര് കൊണ്ട് ചാലുകീറി എന്ന് പറഞ്ഞാൽ അത്രയും കരഞ്ഞിട്ടുണ്ട്, അത്രയും പശ്ചാത്തപിച്ചിട്ടുണ്ട്, അത്രയും വേദനിച്ചിട്ടുണ്ട്. കർത്താവ് പണ്ടേ ക്ഷമിച്ചു. എങ്കിലും നമ്മുടെ മനസ്സിൽ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചില്ലേ, ആ ഒരു എപ്പോഴും ഓരോ കാര്യം സംഭവിക്കുമ്പോഴും ഓരോ വീഴ്ച ഉണ്ടാകുമ്പോഴും ഐ എം സോറി ഈശോയെ, തെറ്റുപറ്റിപ്പോയി അതൊന്ന് സമ്മതിക്കാനും ഏറ്റുപറയാനും തുറന്നു പറയാനും ഒരു നല്ല മനസ്സ്. കൊച്ചു ത്രേസ്യ ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും, ഇവൻ ഒരാളെ ഞാൻ കൊലപാതകം ചെയ്താലും കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും, ആ കഴുത്തിൽ കെട്ടി തൂങ്ങി കിടക്കും. എന്നിട്ട് ഞാൻ ആ ചെവിയിൽ പറയും, ഐ എം സോറി കേട്ടോ ഈശോയെ, ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അത് കൊച്ചു ത്രേസ്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു. കൊച്ചു ത്രേസ്യക്ക് എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നു അങ്ങനെയൊക്കെ പറയാൻ ഈശോയോട്. പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എപ്പോഴും ഞാൻ മിടുക്കിയാണ്, എനിക്കൊരു കുഴപ്പമില്ല, വളരെ പെർഫെക്റ്റാണ്, എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠതയുള്ള ആളാണ്, എപ്പോഴും ഹൃദയം നിർമ്മലമാണ്. നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എത്ര വേണമെങ്കിലും പാപത്തിൽ വീഴാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പാപത്തിൽ വീഴാം. പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സ് അത് ഈശോ കാണും, അത് ഈശോ അനുഗ്രഹമാക്കി മാറ്റും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥനയിൽ നമ്മൾ വീണ്ടും ദൈവത്തെ ആശ്രയിക്കണം, എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രായമുള്ള അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ സാമ്പത്തിക നിലവാരമുള്ള ഉന്നതമായൊരു കുടുംബമാണ്, ഒത്തിരി സന്തോഷത്തോടെ കഴിയുന്നൊരു കുടുംബം. അതിൽ 79ഓളം വയസ്സ് പ്രായമുള്ളൊരു അമ്മ ആണ് പ്രാർത്ഥിക്കാൻ എൻ്റെ മുമ്പിലുള്ളത്. ഈ അമ്മ കണ്ടാൽ നല്ല സുന്ദരി അമ്മയാണ്, നല്ല മിടുക്കി അമ്മച്ചിയാണ്, ഒന്നിനും ഒരു പ്രശ്നവും ഒരു രോഗമൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, നല്ല മിടുക്കി അമ്മച്ചിയാണ്. അപ്പോൾ ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് കുറേ കോയിൻസ് കാണിച്ചു തരികയാണ്. 1 രൂപയുടെ കോയിൻ, 2 രൂപയുടെ കോയിൻ, അങ്ങനെ കുറച്ച് കോയിൻസ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇതെന്താ ഇങ്ങനെ കോയിൻസ് കാണുന്നത്? ഉടനെ ഈ അമ്മ പറയാം, സിസ്റ്ററെ അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്ത് കാര്യം? എൻ്റെ ഭർത്താവ് മുഴുകുടിയനായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരന്മാരാണെങ്കിലും ഭർത്താവ് കുടിച്ച് കുറേ സമ്പത്ത് നശിപ്പിച്ചു. പക്ഷേ ജീവിക്കാൻ മാർഗമൊന്നുമില്ല എന്നൊക്കെ തോന്നിയപ്പോൾ ഈ അമ്മ ഒരു കാര്യം ചെയ്തു, കുറേ പാല് വാങ്ങിയിട്ട് തൈരുണ്ടാക്കും. എന്നിട്ടോ വഴി കൂടെ പോണവർക്കൊക്കെ തൈര് മോര് കൊടുക്കും. അങ്ങനെ അത് കോയിൻ ആണ് വാങ്ങുക, അവർ 2 രൂപ 3 രൂപ അങ്ങനെയൊക്കെ കോയിൻ ആണ് കിട്ടുക. അന്ന് തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കൊച്ചു ജീവിത ശൈലിയാണ് ഇങ്ങനെ തൈര് വിറ്റിട്ട് ജീവിക്കുക. ഈ അമ്മ പറയാണ്, സിസ്റ്ററെ അതിന്നും തുടരുന്നുണ്ട്. ഞാൻ ഈ വയസ്സാം കാലത്ത് തൈര് വിൽക്കാൻ പോവാണോ? ഞാനല്ല, വേറെ ആൾക്കാർ അത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അത് ഈശോ കണ്ടൂലേ? ഞാൻ പറഞ്ഞു, ഈശോ കണ്ടു. അപ്പോൾ ഈശോ എൻ്റെ എല്ലാം കണ്ടിട്ടുണ്ടല്ലേ? ഈശോ എല്ലാം കണ്ടിട്ടുണ്ട്, ഈശോയ്ക്ക് എല്ലാം അറിയാം. ഞാൻ തൈര് വിറ്റത് ഈശോ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ടാവൂലേ സിസ്റ്ററെ? എല്ലാം കണ്ടിട്ടുണ്ട്, ഈശോയ്ക്ക് എല്ലാം അറിയാം. ഒരു ആത്മീയ പോരാട്ടം ഈ സഹോദരി പറയാണ്, ഒരിക്കൽ പോലും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടില്ല. പ്രതികൂലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മക്കളെ നോക്കണം, രോഗാവസ്ഥ, അപകടങ്ങൾ, മരണങ്ങൾ, വലിയ വിശ്വാസത്തിൻ്റെ മേഖലയിൽ തകർച്ചകൾ, മക്കൾ വിശ്വാസം നഷ്ടപ്പെടുന്നു, ജീവിത പങ്കാളിയുടെ വേർപാട്, ഇതൊക്കെ ഉണ്ടായിട്ടും കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന അനുഭവം ഉണ്ടായിട്ടും ഈ അമ്മ പറയാണ്, മനസ്സെപ്പോഴും ശാന്തമായിരുന്നു സിസ്റ്ററെ, മനസ്സെപ്പോഴും സ്വസ്ഥമായിരുന്നു. കാരണം ഈശോ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈശോ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആ അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷഭാവമാണ്, വലിയൊരു പ്രസന്നതയാണ്, വലിയൊരു ഐശ്വര്യമാണ് ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ. അമ്മയുടെ മനസ്സിൽ ഈശോ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എത്ര കൊടുങ്കാറ്റ് വീശിയാലും ഇതൊന്നും എന്നെ ഏശില്ല എന്നുള്ള മട്ടിൽ അമ്മ നല്ല സ്ട്രോങ് ആയിരുന്നു. അമ്മ നല്ല ശക്തിയുള്ള കൃപയുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ അടിയുറച്ച് ജീവിക്കുന്നവർക്ക് ഒന്നിനെയും തകർക്കാൻ പറ്റുകയില്ല. ഒന്നിലും അവർ തകരില്ല, ഒന്നിലും അവർ തളരില്ല. അവരുടെ ജീവിതം എപ്പോഴും സ്ട്രോങ് ആണ്. അവർ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത്, കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായിട്ട് ഈശോയുടെ പീഡാസഹനങ്ങൾ ഒന്നൊന്നായിട്ട് ധ്യാനിക്കണം. ഒന്നൊന്നായി ഏതൊരു പ്രാർത്ഥനയിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. യേശുവേ, നീ സഹിച്ച പീഡകളുടെ യോഗ്യതയാൽ, യേശുവേ നീ സഹിച്ച കുരിശു മരണത്തിൻ്റെ പീഡകളുടെ യോഗ്യതയാൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കരുണയായിരിക്കണേ. അതിദാരുണമായ നിൻ്റെ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെയും എൻ്റെ കുടുംബ അംഗങ്ങളുടെയും എൻ്റെ കുടുംബത്തിലെ അന്തരീക്ഷത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും മേൽ കരുണയായിരിക്കണേ. യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ പേരിൽ, യേശുവിൻ്റെ സഹനങ്ങളുടെ പേരിൽ
നമുക്ക് സൗഖ്യം ചോദിച്ച് പ്രാർത്ഥിക്കാം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ എല്ലാ സ്നേഹവും സാന്നിധ്യവും ആ സമയങ്ങളിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം തരും. പ്രിയമുള്ള സഹോദരി, ആത്മീയ പോരാട്ടത്തിൽ മുന്നോട്ട് നീ പോകുമ്പോൾ എല്ലാ സമയവും തിന്മ നമ്മളെ പുറകോട്ട് വലിക്കും. എന്തിനാണെന്നറിയോ? തുറന്ന് പറയാതിരിക്കാൻ. ഒരു കാര്യവും തുറന്ന് പറയാൻ അവൻ സമ്മതിക്കില്ല. എന്തിനത് പറയണത്? ആരോടത് പറയണത്? വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ പറയാൻ? അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തുറന്ന് പങ്കുവെക്കുന്ന സമയം തന്നെയും നിൻ്റെ മനസ്സിൽ ഈ പോരാട്ടത്തിൽ യുദ്ധം വരിക്കാനുള്ളൊരു ബലം നിനക്ക് കിട്ടുകയാണ്. ഒരിക്കലും ഒരു യുവാവ് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കുറേ ആത്മീയ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചതിന് ശേഷം ഞാൻ വെറുതെ ചുമ്മാ കാഷ്വലായിട്ട് ഇങ്ങനെ ചോദിച്ചു, മോനെ എന്തെങ്കിലുമൊക്കെ അഫെയറൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കൂട്ടുകെട്ടൊക്കെ ഉണ്ടോ? ഉടനെ ഇവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഒരു പെൺകൊച്ചെൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് സ്നേഹമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്ത് പറഞ്ഞു? എന്താ നിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു? ഇവൻ എന്നോട് എന്നാ പറയുന്നറിയോ? അത് ആ പ്രായത്തിലൊക്കെ തോന്നുന്നല്ലേ സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, എടി അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട പ്രായമല്ല, നീ പോയിരുന്ന് പഠിക്കും മര്യാദയ്ക്ക്. വളരെ സ്നേഹത്തോടെ പറഞ്ഞു വിട്ടു. ഇടയ്ക്കൊക്കെ കാണുമ്പോൾ സംസാരിക്കും, അതൊന്നും ഒരു വിഷയമല്ല സിസ്റ്ററെ, ഞാൻ വളരെ സ്ട്രോങ് ആണ്, എനിക്ക് ആ മേഖലയിലൊന്നും പ്രശ്നമില്ല, എനിക്ക് അഭിമാനം തോന്നി. അങ്ങനെയുള്ള യുവാക്കളും ഇന്നുണ്ടെന്ന് ചുരുക്കം. ചില കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് വേണ്ടാന്ന് പറയാൻ, ചിലതൊക്കെ പറ്റില്ല എന്ന് പറയാൻ ധൈര്യം കിട്ടുന്ന മക്കൾ, പോരാട്ടത്തിൽ തോറ്റു കൊടുക്കാത്ത മക്കൾ ഇന്നും ഉണ്ട് നമ്മുടെ ഇടയിൽ. വേണ്ടാന്ന് പറയാൻ ധൈര്യം കിട്ടുന്ന മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. പ്രിയമുള്ള സഹോദരി, ചെറിയൊരു വീഴ്ചയിൽ വീണു പോയാൽ പിന്നെ എഴുന്നേക്കാൻ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു ആത്മീയ പിതാവിനോട് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയണത് വളരെ നല്ലതാണ്. പലപ്പോഴും തിന്മ നമ്മളെ പ്രേരിപ്പിക്കും. എന്തിനാ ഇതൊക്കെ പറയണത്? എന്തിനാ ഇപ്പോൾ അവിടെ പോയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർക്ക് കൂടെ കുറേ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ, അവർ പോലും ആ ഒരു ബന്ധം, നമ്മളുമായിട്ടുള്ള നല്ല ബന്ധം നഷ്ടപ്പെടാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ അവർ ആരോടെങ്കിലുമൊക്കെ പറയും, കുറേ കൂടെ പ്രശ്നമാക്കും. എന്തിനാ തുറന്ന് പറയണത്? ഇതൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ അത് വളരെ ശോചനീയമായ വിധത്തിലാണെങ്കിൽ, അത് വളരെ രോഗാവസ്ഥയിലാണെങ്കിൽ, നിൻ്റെ ആത്മാവിന് പനി പിടിച്ചിട്ടുണ്ട്, തലവേദനയുണ്ട്, നിൻ്റെ ആത്മാവിന് വലിയ മാരകരോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതൊന്നും നിൻ്റെ ആത്മീയ പിതാവിനോട്, ആത്മീയമായിട്ട് നിന്നെ നയിക്കുന്ന വ്യക്തിത്വത്തോട് ഒന്ന് തുറന്ന് പറഞ്ഞ് അവരൊന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു ചെറിയ ആത്മീയ സഹായം നിനക്ക് തരുമ്പോൾ തന്നെ ആ വലിയൊരു സൗഖ്യം നിനക്ക് കിട്ടുകയാണ്. തുറന്ന് പറയുന്ന സമയം തന്നെയും വലിയൊരു വിടുതൽ കർത്താവ് നിനക്ക് തരികയാണ്. അതുകൊണ്ട് തുറന്ന് പറയാൻ മടിക്കല്ല. എന്ത് വലിയ പ്രലോഭനമാണെങ്കിലും, എത്ര വലിയ പോരാട്ടത്തിലൂടെയാണ് നീ പോകുന്നതെങ്കിലും, ഒന്ന് തുറന്ന് പറയുമ്പോൾ തന്നെ അതിനാൽ തന്നെ വലിയ സൗഖ്യം കിട്ടുകയാണ്. കുട്ടികളുടെയൊക്കെ ധ്യാനം നടത്തുമ്പോൾ പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. കുട്ടികളോട് പറയും, ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, നിങ്ങളെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു 3 സങ്കടം എഴുതും. ഒട്ടുമിക്ക 90% മക്കളും എഴുതും. പ്രത്യേകിച്ച് ഒരു 10ാം ക്ലാസ്, +1, +2 അല്ലെങ്കിൽ കോളേജിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയം ഒരു 15നും 20നും വയസ്സിനൊക്കെ ഇടയിൽ പ്രായമുള്ള മക്കൾ ഒട്ടുമിക്കവരും എഴുതുന്നൊരു കാര്യം, പ്രേമബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയി, തെറ്റായ കാര്യങ്ങളിൽ ഇടപെട്ടുപോയി, അല്ലെങ്കിൽ തെറ്റായ ജീവിത രീതികൾ സ്വീകരിച്ചു പോയി. അങ്ങനെ അതിനെ ഓർത്തിപ്പോൾ മനസ്സ് വല്ലാതെ ക്ലേശിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഇങ്ങനെ വേദനിക്കുന്ന അനേകം മക്കൾ അവർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ ഞാനത് തുറന്ന് എഴുതിയ സമയം തന്നെ മനസ്സിൽ ഹീലിംഗ് ആയി. ഞങ്ങളത് വാങ്ങിയിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കും. പ്രാർത്ഥന കഴിയുമ്പോൾ അതുകൊണ്ട് കത്തിച്ചു കളയും. ഞങ്ങൾ ആരും അത് കാര്യമായിട്ട് വായിക്കാനോ മറ്റുള്ളവരോട് പറയാനോ അത് പുറത്താക്കാനോ ഒന്നും പോകാറില്ല ഒരിക്കലും. മക്കൾ എഴുതുന്നത് വളരെ രഹസ്യാത്മകമായിട്ട് തന്നെ അത് സ്വീകരിക്കും, ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കും. അത് കഴിയുമ്പം അത് കത്തിച്ചു കളയും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഈ മക്കൾ പറയുന്നു, എഴുതുന്ന സമയം തന്നെയും വലിയൊരു സ്വാതന്ത്ര്യം കിട്ടാറുണ്ട്. ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന സമയം തന്നെയും പലപ്പോഴും ആത്മീയ പിതാവിനോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് വളരെ നല്ലതാണ്. ആത്മീയ പിതാവെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നമ്മളെ നയിക്കുന്ന ആരെങ്കിലും, നന്നായിട്ട് നമ്മളെ വഴി തെറ്റാതെ നയിക്കാൻ കഴിവുള്ള, ശക്തിയുള്ള, സഭയോട് ചേർന്ന് നിൽക്കുന്ന, സഭയിൽ നിന്ന് അംഗീകാരമുള്ള മക്കൾ ആരാണെങ്കിൽ അവരുടെ അടുത്ത്, പ്രത്യേകിച്ച് വൈദികർ സിസ്റ്റേഴ്സ്, അൽമായ സഹോദരങ്ങൾ, നല്ല പോലെ അഭിഷേകമുള്ള ആത്മാവിൽ നിറഞ്ഞ ജീവിതങ്ങൾ അനേകരുണ്ടല്ലോ, അവരുടെ അടുത്തൊന്ന് തുറന്ന് പറഞ്ഞ് അവർ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വലിയൊരു മേഖലയിൽ നമുക്കൊരു വിടുതലാണ്. തുറന്ന് പങ്കുവയ്ക്കാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ പോരാട്ടത്തിൽ പരിക്കേൽക്കുമ്പോൾ തിന്മ നമ്മുടെ വിശുദ്ധീകരണത്തെ തടയും. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആഗ്രഹം നമ്മുടെ ആത്മാവ് എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളതാണ്. എപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കണമെന്നുള്ളതാണ്. ഒരു ചെറിയ കുറവ് വന്നാൽ ഉടനെ കുമ്പസാരിക്കുക, അതിൽ നിന്ന് കഴുകി, മാലിന്യങ്ങളിൽ നിന്ന്, അഴുക്കിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കുക. അതാണ് ഈശോ ആഗ്രഹിക്കുക. പക്ഷേ തിന്മ നമ്മളോട് വളരെ തന്ത്രപൂർവ്വം പറയും, പിന്നെ ആവട്ടെ, ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ,
ഒരു സംസാരത്തിൽ ഒരു പിഴവ് വന്നു, ഒരു തെറ്റ് സംഭവിച്ചു പോയി, അതെനിക്ക് ബോധ്യം വന്നു. ഉടനെ എനിക്കൊന്ന് കുമ്പസാരിക്കണം, അല്ലെങ്കിൽ സോറി പറയണം. ഈശോയുടെ അടുത്ത് പോയി കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു കരുണക്കൊന്തെങ്കിലും ഞാനൊന്ന് ചൊല്ലട്ടെ എന്ന് എൻ്റെ മനസ്സിൽ പറയുമ്പോൾ ഉടനെ തിന്മ പറയാൻ സാധ്യതയുണ്ട്. അതേ, അതിപ്പോൾ വേണ്ട, കുറച്ച് കേട്ടെ, ഒരു അരമണിക്കൂർ കേട്ടെ, അധികം ഒന്നും അവൻ പറയല, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കരുണക്കൊന്ത ചൊല്ലാം. അരമണിക്കൂർ എന്നല്ല, 2 ദിവസം കഴിഞ്ഞാലും പിന്നെ നീ കരുണക്കൊന്ത ചൊല്ലാൻ പോകുന്നില്ല. കാരണം ആ സമയം തന്നെ നിന്റെ സ്വരത്തിന്, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന സ്വരത്തിന് നീ ചെവി കൊടുക്കുന്നില്ല എങ്കിൽ നിന്റെ വിശുദ്ധീകരണം പിശാച് നീട്ടും, നന്നായിട്ട് നീട്ടും. കുറച്ച് കഴിയുമ്പം തിന്മ എന്നാ ചെയ്യുന്നറിയാവോ? ആദ്യത്തെ പാപം അവിടെ നിലനിൽക്കുന്നു, ആ വിശുദ്ധീകരണം നേടിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ, ആദ്യം നമ്മൾ നാക്കുകൊണ്ടാണ് പാപം ചെയ്തതെങ്കിൽ അടുത്ത തന്ത്രം അവൻ കണ്ണുകൊണ്ട് ചെയ്യാൻ ഇടയാക്കും. കണ്ണുകൊണ്ട് പാപം ചെയ്യാൻ അവൻ അവസരം ഒരുക്കും. വളരെ തന്ത്രപൂർവ്വം കാണാൻ പാടില്ലാത്തത് നമ്മുടെ കൺമുമ്പിൽ വളരെ ഫ്രീ ആയിട്ട് കൊണ്ടുത്തരും കാണാൻ. നമ്മളെ കൊണ്ട് തന്നെ കാണിക്കൂ എന്നുള്ളതാണ് വേറെ പ്രത്യേകത. വേറെ ആരും കാണുകയല്ല, നമ്മൾ തന്നെ കാണും. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. ആരും പറഞ്ഞു തരേണ്ട, നമ്മൾ തന്നെ കാണുകയാണ്. അടുത്ത പാപമായി. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മനസ്സിലൊരു വേദന തോന്നും. രണ്ടാമത്തെ പാപം, ഇതൊന്ന് കുമ്പസാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് അല്പം പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ. ഉടനെ പിശാചിരുന്ന് പറയും, വൈകുന്നേരം പ്രാർത്ഥിക്കാം, ഇപ്പം ഉച്ചയിലായുള്ളൂ, വൈകുന്നേരം ഫ്രീ ആയിട്ട് എല്ലാ പണിയും തീർന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വൈകുന്നേരം 8 മണിയാകുമ്പോഴേക്കും ഉറക്കം വരാൻ തുടങ്ങും. ഒരു കാരണവശാലും നീ ചിന്തിക്കാൻ പോകുന്നില്ല, നീ അനുതപിക്കാൻ പോകുന്നില്ല, ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കാനും പോകാൻ സാധ്യത കുറവാണ്. നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോൾ നല്ല പ്രചോദനം തരുന്നുവോ അപ്പോൾ തന്നെ അനുതപിക്കാൻ, ഏറ്റുപറയാൻ, കർത്താവിൻ്റെ കരുണ ചോദിക്കാൻ, അങ്ങനെ നിൻ്റെ വിശുദ്ധീകരണം നേടിയെടുക്കാൻ നീ ശ്രമിക്കുന്നു എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. വലിയ മാറ്റം, നിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം, അതാണ് സ്വർഗം ആഗ്രഹിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പാപത്തിൽ നിന്ന് നമ്മൾ വിശുദ്ധീകരണം നേടിയില്ല എങ്കിൽ അടുത്ത പാപം വരും. അതും കഴിഞ്ഞിട്ട് വിശുദ്ധീകരണം നടന്നില്ലെങ്കിലും അടുത്ത പാപം. വൈകുന്നേരം ആകുമ്പോഴേക്കും പാപത്തിൻ്റെ വലിയൊരു കൂമ്പാരമാവും. നമ്മുടെ മനസ്സ് മുഴുവൻ ഇരുട്ട്, മൊത്തം ഇരുട്ട്. അതുകൊണ്ടാണ് ചില വ്യക്തിത്വങ്ങൾ പ്രാർത്ഥിക്കാനും പങ്കുവെക്കാനൊക്കെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. നമുക്ക് എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഇരുട്ടുകൊണ്ട് നിറഞ്ഞ ജീവിതങ്ങൾ. ചില വീടുകളിൽ പ്രാർത്ഥിക്കാൻ ചെന്നാൽ കാണാം, ഇരുട്ടും നിറഞ്ഞിരിക്കുകയാണ്. വലിയ കൊട്ടാരം പോലത്തെ വീടാണ്, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഇരിക്കാൻ പോലും തോന്നൂല. കാരണം അത്രയും സൗകര്യങ്ങളുള്ള, അത്രയും ഭംഗിയായി മോടി പിടിപ്പിച്ചിട്ടുള്ള വീട്. പക്ഷേ ഉള്ളിൽ മുഴുവൻ ഇരുട്ടാണ്, ആത്മാവിൻ്റെ തലത്തിൽ ഇരുട്ടാണ്. അവിടെ ഒരു പ്രകാശവും നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല, അവിടെ ഒരു ദൈവികത നമുക്ക് അനുഭവപ്പെടുകയില്ല, ഒരു ഇരുട്ടുള്ള പോലെ തോന്നിപ്പോവും. പക്ഷെ ചില വീടുകളിൽ, ഒന്നുമില്ലാത്ത ചിലപ്പോൾ വീടുകളിൽ കയറിയാൽ അവിടെ മുഴുവൻ ദൈവ സാന്നിധ്യവും അനുഭവിക്കാൻ പറ്റും. പാപം ഒന്നിനു പുറകെ ഒന്നായി കൂടിക്കൂടി വന്നാൽ, ഒന്നിനു പുറകെ ഒന്നായി പാപം നിറഞ്ഞു നിന്നാൽ അവിടെ ദൈവിക ചൈതന്യം ഉണ്ടാകത്തില്ല, അവിടെ ദൈവിക പ്രകാശം ഉണ്ടാകത്തില്ല. സഹോദര, സഹോദരി, ഒരു പാപമുണ്ടെന്ന് നിനക്ക് ബോധ്യം വന്നാൽ ഉടനെ അത് കഴുകിക്കളയാൻ, വിശുദ്ധീകരണം നേടിയെടുക്കാൻ നീ പരിശ്രമിക്കണം. ദൈവത്തോടുള്ള ബന്ധം പിന്നെ ആകട്ടെ എന്ന് കരുതല്ല, റിട്ടയർഡ് ആവട്ടെ, എന്നിട്ട് വേണം ഒരു ധ്യാനം കൂടാൻ. ചിന്തിക്കരുത് കേട്ടോ. നിനക്ക് എപ്പോഴാണ് അവസരം, എത്രയും പെട്ടെന്ന് ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാൻ. നിനക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ, ഇപ്പോൾ തന്നെ, ഈ സമയം തന്നെ ബൈബിൾ കയ്യിലെടുക്കുക, ജപമാല കൈകളിലെടുക്കുക, ഈശോയുടെ അടുത്തിരിക്കുക. 1 മണിക്കൂർ സമയമെങ്കിലും ഈശോയുടെ മുമ്പിൽ നീ പ്രാർത്ഥിക്കുക. ഈശോ നിന്നെ സഹായിക്കും, നിന്നെ വഴി നടത്തും. ആത്മീയ പോരാട്ടത്തിൽ അല്പം പോലും പുറകോട്ട് പോകാതെ, ഒരല്പം പോലും പുറകോട്ടേക്ക് നിൽക്കാതെ ധൈര്യമായി വിശുദ്ധ ആത്മാക്കളൊക്കെ മുന്നോട്ട് പോയ പോലെ തന്നെ ധീരതയോടെ മുന്നോട്ട് പോകാൻ നല്ല ഈശോ നിന്നെ സഹായിക്കും. വിശുദ്ധ ആത്മാക്കളൊക്കെ സാധാരണക്കാരായിരുന്നു, പക്ഷെ അവർ യുദ്ധത്തിൽ വിജയിച്ചു, അവർ സ്വർഗത്തിലെത്തി. നമുക്കും സ്വർഗത്തിലെത്തണം. ഒറ്റ ലക്ഷ്യമുള്ളൂ, ആത്മാക്കളുടെ രക്ഷ, അതിനുശേഷം സ്വർഗം, നിത്യഭാഗ്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ആത്മീയ പോരാട്ടത്തിൽ തളർന്നു വീഴാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആത്മീയ യുദ്ധത്തിൽ മനസ്സ് പതറാൻ ഇടയാക്കരുതേ. കൂടുതൽ തീക്ഷ്ണതയോടും ആത്മബലത്തോടും കൂടെ യുദ്ധം ചെയ്യാൻ, അങ്ങനെ സ്വർഗം നേടിയെടുക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.